ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നമ്മളെ കണ്ണുള്ളവനായും കാതുള്ളവനായും സൃഷ്ടിച്ചു. കണ്ണും കാതുമുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സദൃശവാക്യത്തിലൊരു വാക്യമാണ്. കണ്ണ് എന്തിനാണ് നമുക്കറിയാം, കാത് എന്തിനാണ് നമുക്കറിയാം. അതേ ദൈവം തന്നെ നമ്മളെ അധരങ്ങളുള്ളവനായി വായുള്ളവനായി സൃഷ്ടിച്ചു. എന്തിനാണ് ദൈവം നമ്മളെ വായുള്ളവനായി സൃഷ്ടിച്ചത്? വായുള്ളവനായി ദൈവം സൃഷ്ടിച്ചു. നമുക്കറിയാം എന്തിനാണ് വായുള്ളവനായി സൃഷ്ടിച്ചത്. നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, വാഗൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, നമുക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്, മനുഷ്യരോടുള്ളതായ നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വായുള്ളവനായി നമ്മളെ ദൈവം സൃഷ്ടിച്ചു. ആ ദൈവത്തിൻ്റെ വചനം പറയും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, അതിൻ്റെ ആദ്യത്തെ വരി ഇപ്രകാരമാണ്. യെശയ്യാ 57-19 ആദ്യത്തെ ഒരു വരി മാത്രം നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ജീവനുള്ള ദൈവം, മനുഷ്യന് വാവെടുത്ത ദൈവം, മനുഷ്യന് അധരങ്ങളെ കൊടുത്ത ദൈവം ആ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. അധരങ്ങളുടെ ഫലം ഏതാണ്? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് ദൈവം പറഞ്ഞു. എന്താണ് മനുഷ്യൻ്റെ അധരങ്ങളുടെ ഫലം? ഏതാണ്? നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു നോക്കാം. അധരങ്ങളെ കൊണ്ടുള്ളതായ ഉപയോഗം എന്താണ്? നമുക്ക് സദൃശ്യവാക്യം വായിച്ചു നോക്കാം. 12-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. വായുണ്ടാക്കി തന്നത് എന്തിനാണ്? ദൈവം. വാഗൊണ്ട് സത്യം പറയുവാനും നേര് പറയുവാനും പറയേണ്ടത് പറയുവാനും ആ വായുടെ ഫലം കൊണ്ട് അവൻ തൃപ്തനായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം മനുഷ്യന് വായുണ്ടാക്കി കൊടുത്തത് അവൻ്റെ സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്, സത്യം പറയാൻ വേണ്ടിയിട്ടാണ്, കൗശലത്തിനല്ല, സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. ദൈവമനുഷ്യന് വായുണ്ടാക്കി കൊടുത്തത് പ്രാർത്ഥിക്കാനാണ്, ആഹാരത്തിനാണ്, സ്നേഹിക്കാനാണെങ്കിലും മനുഷ്യനെന്ന് വായു ഉപയോഗിക്കുന്നത് മദ്യപിക്കാനാണ്, അരുതാത്ത പറയാനാണ്, കോപിക്കാനാണ്, ശപിക്കാനാണ്, ശാസിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിച്ചു, നിന്റെ അധരങ്ങളുടെ ഫലത്താൽ നീ നിന്റെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുമെന്ന്. ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അധരങ്ങൾ പറയേണ്ടത് പറഞ്ഞാൽ യു വിൽ ഹാവ് എ സാറ്റിസ്ഫൈഡ് ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും. അത് മറ്റാർക്കും തരാൻ കഴിയില്ല. നിങ്ങളുടെ നാവ് അത് പറയേണ്ടത് പറയണം. അധരങ്ങളുടെ ഫലത്താൽ സന്തോഷം അനുഭവിക്കും. 13-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ വരി വായിക്കാം. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. വാഗൊണ്ട് പറയേണ്ടത് പറഞ്ഞാൽ മനുഷ്യന് നന്മയുണ്ടാകും. എനിക്ക് നന്മയില്ല, എനിക്കതില്ല, ഇതില്ല എന്ന് പരാതി പറയുന്നവരോടും കൂടിയാണ് പറയുന്നത്, വായുടെ ഫലത്താൽ നന്മ അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വായുടെ ഉപയോഗം നിങ്ങൾ മനസ്സിലാക്കണം. വായ് കൊണ്ട് ദൈവം നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വായാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ വായാണ് നിങ്ങളുടെ ഭവനത്തെ കലക്കുന്നത്. നിങ്ങളുടെ വായാണ് നിങ്ങളുടെ കൂട്ടത്തെ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ വായാണ് നിങ്ങളുടെ ആത്മീയ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ വായാണ് നിങ്ങളുടെ സഭയെ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ വായാണ് നിങ്ങളുടെ ആരോഗ്യത്തെ കളയുന്നത്. നിങ്ങളുടെ വായാണ് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നത്. നിങ്ങളുടെ വായാൽ നിങ്ങൾക്ക് നന്മ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ വായെക്കുറിച്ചുള്ളതായ സമർപ്പണം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ വായെക്കുറിച്ച് നിങ്ങൾക്ക് സമർപ്പണം ഉണ്ടാകണം. എന്താണ് അധരങ്ങളുടെ ഫലം? ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. എന്താണ് അധരങ്ങളുടെ ഫലം? എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. അധരങ്ങളുടെ ഫലം എന്താണ്? അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന
അദ്രഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നാം യേശുക്രിസ്തു മുഖാന്തിരം, പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തു മുഖാന്തിരം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗമർപ്പിക്കും. അധരങ്ങളുടെ ഫലമെന്താണ്? സ്തോത്രം. അധരങ്ങളുടെ ഫലമെന്താണ്? ദൈവത്തെ സ്തുതിക്കുക. അധരങ്ങളുടെ ഫലമെന്താണ്? സ്വന്തം നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുക. ജീവനുള്ള ദൈവം പറയുന്നു, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന്. ഉള്ളിലൊരാഗ്രഹം വരുന്നുണ്ടോ? കർത്താവേ, എൻ്റെ നാവിൽ ആ ഫലമൊന്ന് സൃഷ്ടിക്കണമേ എന്ന്. എൻ്റെ നാവിൽ അധരങ്ങളുടെ ഫലമൊന്ന് സൃഷ്ടിക്കണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം വരുന്നുണ്ടോ? എന്താണ് അധരങ്ങളുടെ ഫലം? അവൻ്റെ നാമത്തെ ഉയർത്തുന്നതായ അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവേ, ഇന്ന് ഞാനിവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ നാവിൽ, എൻ്റെ അധരങ്ങളിൽ ആ ഫലമൊന്ന് സൃഷ്ടിക്കണമേ. എൻ്റെ അധരങ്ങളിൽ സ്തോത്രമെന്ന ആ അധരഫലം ഒന്ന് സൃഷ്ടിച്ചു തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ്, സ്തോത്രം ചെയ്യുന്നത് നിങ്ങളുടെ വാർദ്ധക്യം വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ അത്രയ്ക്കൊന്നും മനസ്സിലാകില്ല. വാർദ്ധക്യം വരുമ്പോൾ നിങ്ങളുടെ ആത്മാവിന് സന്തോഷം കിട്ടുന്നതായ ഒരേ ഒരു വാക്കേ ഉണ്ടാവുകയുള്ളൂ. അമ്മ ചെക്കുണ്ട്, അപ്പ ചെക്കുണ്ട്, 10,000 രൂപയുടെ ചെക്ക് അപ്പൻ്റെ പേരിൽ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞാലൊന്നും അപ്പനും അമ്മയ്ക്കും സന്തോഷമൊന്നും കൊണ്ടാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ സന്തോഷം കിട്ടാനുള്ളതായ ഒരേ ഒരു വാക്ക് ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം, താങ്ക് യു ജീസസ് എന്ന് പറയുന്നതായ ഒരു നാവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ സമാധാനം അനുഭവിക്കുകയുള്ളൂ, നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവേ, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അധരങ്ങളുടെ ഫലം എന്നിൽ സൃഷ്ടിക്കണമേ, അധരങ്ങളുടെ ഫലം എൻ്റെ അകത്ത് സൃഷ്ടിക്കണമേ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ദൈവം മനുഷ്യനെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്? എന്തിനാണ് ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ട് വരുന്നത്? എന്തിനാണ് ദൈവം നമ്മളെയെല്ലാം വിളിച്ചിവിടെ കൊണ്ടുവരുന്നത്? ദൈവം മാലാഖമാരെ അയച്ച് നമ്മളെയെല്ലാം ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പരിശ്രമം ഞാൻ ആഗ്രഹിച്ചു, മറ്റവർ വിളിച്ചു, അല്ല ശരിയാ. പക്ഷേ ജീവനുള്ള ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ആരും ഇവിടെ വരുന്നില്ല പ്രിയപ്പെട്ടവരെ. കാരണം നാം ആരും ഒരു കടപ്പാടിൻ്റെ പേരിൽ വന്നതല്ല. ഇവിടെ വന്നിരിക്കുന്ന ഒറ്റ മനുഷ്യരോടുള്ള കടപ്പാടിൻ്റെ പേരിലോ, നമ്മുടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ പിതാക്കന്മാരിലുള്ള കടപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ ആരും കടപ്പാടിൻ്റെ പേരിൽ വന്നതല്ല. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹത്തിൻ്റെ പേരിൽ വന്നതാണ്. അവരെ മാലാഖമാര് കൂട്ടിക്കൊണ്ട് വന്നതാണ്. യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ മാത്രമേ ഇവിടെ ആളുകൾ വരുന്നുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിനും ഇവിടെ ആൾ വരുന്നില്ല. ഒരു കാര്യത്തിനും വരാനും നമ്മൾ വിളിക്കുന്നില്ല. യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഒരൊറ്റ കടപ്പാടിൻ്റെ പേരിലാണ് ഇവിടെ വന്നത്. വേറെ കടപ്പാടൊന്നുമില്ല. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് ഞാൻ വന്നത്. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ ഓരോരുത്തരും വന്നത്. ജീവനുള്ള ദൈവം പൗലോസിനെ വിളിച്ചു ശൗലായിരുന്നപ്പോൾ. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. എന്തിനാ വിളിച്ചത്? 9-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 14-ഉം 15-ഉം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 9, 14-ഉം 15-ഉം വാക്യം. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും. എന്തിനാണ് നിന്നെ വിളിച്ചത് പറഞ്ഞു കൊടുക്കുകയാണ്. പിതാക്കന്മാരുടെ ദൈവം നിന്നെ വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? തന്റെ ഇഷ്ടം അറിവാനും, ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനും, നീതിമാനായവനെ കാണുവാനും, അവന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിന്നെ നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീതിമാനായവനെ കാണുവാനും അവന്റെ ഇഷ്ടം അറിയുവാനും അവന്റെ വായിൽ നിന്ന്, മനുഷ്യന്റെ വായിൽ നിന്നല്ല, ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനമാണ് കേൾക്കുന്നത്. മനുഷ്യന്റെ വായല്ല സംസാരിക്കുന്നത്. സുവിശേഷത്തിൽ മനുഷ്യന് എന്നാ കാര്യം? സുവിശേഷം കാൽവരിയിൽ യേശു മരിച്ചു എന്നുള്ള വാർത്തയാണ്. അതിൽ എനിക്കെന്നാ കാര്യം? ദൈവമക്കളെ, അതിൽ എനിക്കെന്തെങ്കിലും ഞാൻ ചെയ്തിട്ടാണോ വല്ലതും? ദൈവത്തിന് സ്തോത്രം. സുവിശേഷകന് നന്ദി പറയുന്നവരുണ്ട്. എന്തിനാ സുവിശേഷകന് നന്ദി പറയുന്നത്? എനിക്ക് മനസ്സിലാകത്തില്ല. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം എന്ന് പറയുന്നത് അത് ജീവനുള്ള ദൈവം, കർത്താവായ യേശു കുരിശിൽ മരിച്ച കാര്യമാണ്. അത് സുവിശേഷം ദൈവത്തിൻ്റെ വായിൽ നിന്നാണ് കേൾക്കുന്നത്. മനുഷ്യരുടെ വായ് ദൈവം ഉപയോഗിക്കുന്നു, കഴുതയുടെ വായും ദൈവം ഉപയോഗിക്കും. സുവിശേഷം പറയാൻ മനുഷ്യൻ്റെ വാ മാത്രമല്ല, കഴുതയുടെ വായും ദൈവം ഉപയോഗിക്കും.
അതുകൊണ്ട് കഴുതയുടെ വായിൽ നിന്ന് ഞാൻ വചനം കേട്ടു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വായിൽ നിന്ന് വചനം കേട്ടിട്ടല്ല മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം കേട്ടിട്ടാണ്. കഴുതയുടെ വായിൽ നിന്ന് വചനം കേട്ടു. അതുകൊണ്ട് എപ്പോഴും നാം ഓർക്കണം, വചനം കേൾക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്നാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് കണ്ണടച്ചിട്ട്, കർത്താവേ, എനിക്കിന്ന് നീതിമാനെ ഒന്ന് കാണണം. എനിക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തിയ, എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച, എനിക്ക് വേണ്ടി ചോരയൊലിച്ച ആ നീതിമാനെ ഇന്ന് എനിക്കൊന്ന് കാണണം. കർത്താവേ, ഞാൻ അവൻ്റെ അമാതിരം കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എനിക്ക് മറുപടിയൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കർത്താവേ, ഞാൻ എൻ്റെ പുറമേയുള്ള കണ്ണടച്ചു വെച്ച് ഞാനൊന്ന് ധ്യാനിക്കുകയാണ്. കർത്താവേ, എനിക്ക് ആ നീതിമാനെ ഒന്ന് കാണണം. ആ പഞ്ചമുറി പോലുള്ള നീതിമാനെ, രക്തമൊഴുക്കുന്ന ആ നീതിമാനെ, സ്നേഹമിറ്റിട്ട് വീഴുന്ന ആ നീതിമാനെ, ഹല്ലേലൂയ. ഞാൻ പറയാതെ എനിക്ക് വേണ്ടി മരിച്ച നീതിമാൻ, ഞാൻ അന്വേഷിക്കാതെ എന്നെ അന്വേഷിച്ച നീതിമാൻ, ഞാൻ ആഗ്രഹിക്കാതെ എന്നെ തൊട്ട ആ നീതിമാൻ, ഞാൻ ആഗ്രഹിക്കാതെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ആ നീതിമാൻ, ആ നീതിമാനായവനെ കാണുവാൻ, അവൻ്റെ ഇഷ്ടമെന്ന് അറിയണം കർത്താവേ. ഹല്ലേലൂയ. അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ മനുഷ്യരെ അങ്ങ് മറക്ക്. കർത്താവേ, ഈ മനുഷ്യൻ്റെ വായിൽ നിന്നുള്ള വചനം എനിക്ക് കേൾക്കണ്ട. കർത്താവേ, നിന്റെ വായിൽ നിന്നൊരു വാക്ക്, ഒരു കുഞ്ഞു വാക്ക് എന്നോടൊന്ന് സംസാരിക്കണമേ. എൻ്റെ മകളെ നിന്ന് വിളിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥയോടൊന്ന് സംസാരിക്കണമേ. എൻ്റെ ഹൃദയത്തോടൊന്ന് വാദിക്കണമേ. ഒരു കുഞ്ഞു ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ഹല്ലേലൂയ. ഒരു കുറുപ്രാവിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ആ നീതിമാനായവൻ്റെ സ്വരമെന്ന് കേൾപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവജനമേ, അവൻ നിന്നോട് സംസാരിക്കുന്നവനാണ്. അവൻ നിന്റെ ചെവിയോട് സംസാരിക്കുന്നവനാണ്. നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിന്നെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. അവനെ കേൾക്കുവാൻ, അവനെ കാണുവാൻ, അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാൻ, അവൻ്റെ സ്വരം കേൾക്കുവാൻ, അവൻ്റെ ഇഷ്ടമറിയുവാൻ. മകളെ, നീ ഇനി എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും കേട്ടോ. ഇനി എങ്ങനെ വേണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അവൻ്റെ ഇഷ്ടമറിയുവാനും നിന്നെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. ദൈവം മോശയെ വിളിച്ചു. ഇസ്രായേൽ മക്കളെ, കരയുന്ന ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി ദൈവം മോശയെ വിളിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണാം. 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വന്നു, ദൈവം മോശയെ വിളിച്ചു. ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി ഞാൻ മോശയെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരണം. 11-ാം അധ്യായം 4-5 വാക്യം വായിച്ചു നോക്കാം. എന്തായിരുന്നു മിസ്രയീമിലെ അവസ്ഥ എന്തായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. യെരമ്യാ 11:4-5 നമുക്ക് വായിച്ചു കേൾക്കാം. അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയാൽ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു. ഇരുമ്പ് ചൂളയായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുവിൻ. എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കുമെന്ന് അരുളി ചെയ്തു. ദൈവമക്കളെ, ഇരുമ്പ് ചൂളയാകുന്ന മിസ്രയീമിൽ നിന്ന്, ഇരുമ്പ് ചൂള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇരുമ്പ് പഴിപ്പിക്കുന്ന ചൂളയെന്ന് പറഞ്ഞാൽ അത് എത്രയോ കാഠിന്യമേറിയ ചൂളയാണ്. മിസ്രയീമിലെ ജനം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കിടന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയാമായിരുന്നുള്ളൂ, ബാക്കി ഒന്നും ചെയ്യാൻ അറിയാമല്ലായിരുന്നു. അവർക്ക് ആകെ അറിയാവുന്ന കാര്യം കരയാൻ മാത്രം അറിയാം. വേറെ ഒന്നും ആ പാപങ്ങൾക്ക് അറിയുമല്ലായിരുന്നു. അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല, അവർക്ക് വേറെ സംസാരിക്കാൻ അറിയില്ല, കാര്യം പറയാൻ അറിയാൻ മേല, ന്യായം പറയാൻ അറിയാൻ മേല, കൂലി ചോദിക്കാൻ അറിയാൻ മേല, ന്യായം പറയാൻ അറിയാൻ മേല. ഒറ്റ കാര്യം മാത്രം അറിയാം, കരയാൻ മാത്രം അറിയാം. ഇന്നിവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? കരയാൻ മാത്രം അറിയാവൂ. തോറ്റുപോകുമ്പോൾ കരയാൻ മാത്രം അറിയാവൂ. പരീക്ഷ എഴുതി തോറ്റുപോകുമ്പോൾ കരയാൻ മാത്രം അറിയാവുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് അവർക്കാണ് വിടുതൽ തരാൻ പോകുന്നത്. ഇൻ്റർവ്യൂ തോറ്റപ്പോൾ കരയാൻ മാത്രം അറിയാവൂ, വേറെ ഒന്നും അറിയാൻ മേല. ഞാൻ പ്രീ ഡിഗ്രിക്ക് തോറ്റപ്പോൾ എനിക്കൊന്നും പറയാൻ അറിയാൻ മേലായിരുന്നു, കരയാൻ മാത്രമേ അറിയാവൂ. എൻ്റെ പള്ളിയിലെ ശവം കൊണ്ടുവരുന്ന ശവമഞ്ചത്തിൽ കയറി കിടന്ന് ഞാൻ കരഞ്ഞു. ഞാനൊന്നും വേണ്ടിയില്ല, ആരോടും വേണ്ടിയില്ല. കരയാൻ മാത്രം അറിയാവുന്നവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. പരീക്ഷയിൽ തോറ്റു, കരയാൻ മാത്രം.
ഇൻ്റർവ്യൂ തോറ്റു, കരയാൻ മാത്രമേ അറിയാവുള്ളൂ. ബിസിനസ് തകർന്നു, കരയാൻ മാത്രമേ അറിയാവൂ. രോഗം വന്നു, ഒന്നും ചെയ്യാൻ അറിയാൻ മേല, കരയാൻ മാത്രമേ അറിയാവുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കരയാൻ മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെയുള്ളവരോടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ജനമായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ജനമായി തീരും. ഇരുമ്പ് ചൂളയായ മിസ്രൈമിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ച് നിങ്ങൾ എൻ്റെ മക്കളും ഞാൻ നിങ്ങളുടെ ദൈവമായി തീരും. ഹല്ലേലൂയ. കരയുന്ന കുഞ്ഞുങ്ങളെ, കരയുന്ന മക്കളെ, ഇതുവരെ പരീക്ഷയിൽ തോറ്റൊന്നും മിണ്ടാൻ അറിയാൻ മേല, അപ്പൻ്റെ അമ്മയുടെ ഫേസ് ചെയ്യാൻ അറിയാൻ മേല, ഭർത്താവിന് മുമ്പിൽ നിൽക്കാൻ അറിയാൻ മേല, ഭർത്താവിന് വീട്ടിൽ ചെന്നിട്ട് കരയാൻ മാത്രം അറിയാവുന്ന കുറേ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ ഇരിപ്പുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കരയാൻ മാത്രമേ സാധിച്ചിട്ടുള്ളതായ കുറേ സഹോദരന്മാരിവിടെ ഇരിപ്പുണ്ട്. മറ്റൊന്നും അറിയാൻ മേല അവർക്ക്, മറ്റൊന്നിനും കഴിവില്ല, യുദ്ധം ചെയ്യാൻ കഴിവില്ല, പറഞ്ഞു ജയിക്കാൻ കഴിവില്ല, തൻ്റെ ഇടം കാണിക്കാൻ കഴിവില്ല, ഒന്നിനും കഴിവില്ലാത്തതായ അവരോടാണെന്ന് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. നിങ്ങൾ എൻ്റെ ജനമെന്ന് ദൈവം പറയും, ഞാൻ നിങ്ങളുടെ പിതാവെന്ന് ദൈവം പറയും, നിന്റെ മക്കളെന്ന് ദൈവം പറയും. ഞാൻ നിങ്ങളുടെ പിതാവെന്ന് നിങ്ങളുടെ വലിയവനോ ദൈവം ഇന്ന് നിന്റെ ചെവിയോട് പറയുകയാണ്, മകനെ, നീ എൻ്റെ കുഞ്ഞാണ്, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകയാണ്. നിനക്ക് കരയാൻ മാത്രമേ അറിയൂ, പക്ഷേ ഞാൻ നിന്നെ ദത്തെടുക്കുകയാണ്, ഞാൻ നിന്റെ മകനെന്ന് മുദ്രയിടുകയാണ്, ഞാൻ നിന്റെ എൻ്റെ മകനായ യേശുവിൻ്റെ സഹോദരനും സഹോദരിയുമായി മുദ്രയിടുകയാണ്, ആദിജാതനായ ക്രിസ്തുവിൻ്റെ സഹോദരനായി ഞാൻ നിന്നെ മാറ്റുകയാണ്. കരയാൻ മാത്രം അറിയാവുന്നവർക്ക് വേണ്ടി ജീവനുള്ള ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കരയാൻ മാത്രമേ അറിയാവുള്ളൂ, അത് മതി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. തോക്കാൻ അറിയാം, തല്ലുകൊള്ളാൻ അറിയാം, പരീക്ഷ കിട്ടിയ, ഇന്റർവ്യൂ ജോലി കിട്ടിയില്ല എന്ന് പറയാൻ അറിയാം, ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന കരയാൻ അറിയാം, രാത്രിയാകുമ്പോൾ കരയാൻ അറിയാം, മക്കളെ നോക്കി കരയാൻ അറിയാം. ഹല്ലേലൂയ. ചില ഊമ കുഞ്ഞുങ്ങളെ നോക്കി, ചില ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, കരയുന്ന മാതാപിതാക്കന്മാർ, മറ്റൊന്നും അവർക്കറിയാൻ മേല, കരയാൻ മാത്രമേ പറ്റുള്ളൂ. നടക്കാത്ത കുഞ്ഞുങ്ങൾ, അടങ്ങിയിരിക്കാത്ത കുഞ്ഞുങ്ങൾ. ദൈവമക്കളെ, കരയാൻ മാത്രം അറിയാവുന്ന ഇസ്രായേൽ മക്കളുടെ ദൈവമാണ് അവൻ. ഇരുമ്പ് ചൂള, അനേകരുടെ വീട് ഇരുമ്പ് ചൂളയാണ്, അനേക ഭവനങ്ങൾ ഇരുമ്പ് ചൂളയാണ്. ദൈവത്തിന് ഇരുമ്പ് ചൂളയാണ്, ഇരുമ്പ് ചൂള. അനേകരുടെ കുടുംബം ആ ഇരുമ്പ് ചൂളയിലേക്ക് ഇറങ്ങി വന്ന ദൈവമുണ്ട്. ആ ഇരുമ്പ് ചൂളയിൽ കിടക്കുന്ന ജനത്തോട് സംസാരിപ്പാൻ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ പോയി ആ ഇരുമ്പ് ചൂളയിൽ കിടക്കുന്ന എൻ്റെ ജനത്തോട് പറ, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. മോശയല്ല വന്നത്, ഞാൻ വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇരുമ്പ് ചൂള പോലെ കിടക്കുന്ന നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങളെ സൗഖ്യമാക്കാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങൾക്ക് ആനന്ദം തരാൻ, നിങ്ങളുടെ നാവിൽ സ്തോത്രം തരാൻ, ഹല്ലേലൂയ, ആദരങ്ങളുടെ ഫലം സൃഷ്ടിക്കുവാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാവോ? കരയാൻ മാത്രം അറിയാവുന്ന ദൈവമക്കളെ സ്തുതി പഠിപ്പിക്കാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവ ജനമേ, അവന്റെ രക്തം തളിക്കട്ടെ, അവന്റെ നാമം ഉയരട്ടെ. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്, അവൻ ജീവനുള്ള ദൈവമാണ്, അവൻ ആദരങ്ങളുടെ ഫലമുണ്ടാക്കുന്നവനാണ്, കരയുന്നവരെ സ്തോത്രം പറയാൻ പഠിപ്പിക്കുന്നവനാണ് അവൻ. കുഞ്ഞേ, നീ കരഞ്ഞാൽ മാത്രം പോരാ, നീ സ്തോത്രം പറയാൻ പഠിക്കണം, നീ സ്തോത്രം പറയാൻ പഠിക്കണം, ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. മതി പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ പഴയ നിയമകാലത്ത് അവർക്ക് യാഗം, ധാരാളം യാഗമുണ്ടായിരുന്നു. അവരുടെ ദേവാലയം യാഗങ്ങളുടെ സമൃദ്ധിയായിരുന്നു. അവിടെ ഹോമയാഗം, പാപയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഹനനയാഗം മുതലായ അനേക യാഗങ്ങൾ പഴയ നിയമകാലത്തുണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പ്രധാനമായി 2 യാഗങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ യാഗം റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, പ്രധാനപ്പെട്ട യാഗം ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ശരീരങ്ങളെ, പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് നാം രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുന്നത്. നാം ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുന്ന പുരോഹിതനല്ല, പക്ഷേ ഞാൻ എൻ്റെ ശരീരം ജീവനുള്ള ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഞാൻ നിന്നിട്ട്
എൻ്റെ ഈ ശരീരത്തെ നോക്കി ഞാൻ പറയും, ഐ വിൽ സിൻ നോ മോർ. ഈ ശരീരത്തെ നോക്കിക്കൊണ്ട് ഞാൻ യാഗമർപ്പിക്കും. കർത്താവിൻ്റെ കുരിശിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, യേശുവേ, ഈ ശരീരം ഇനി പാപത്തിന് ഞാൻ ഉപയോഗിക്കില്ല. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും പ്രസാദമുള്ള ദൈവത്തിന് യാഗമായി സമർപ്പിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണ് വന്നിരിക്കുന്നത്? നാം എവിടെയാണ് വന്നിരിക്കുന്നത്? എബ്രായ ലേഖന കർത്താവ് പറയും, 12-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയും, നാം സിയോനും സ്വർഗീയ സിയോനിനും. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും. സിയോൻ പർവ്വതത്തിനും, സീനായ് പർവ്വതത്തിനല്ല. സീനായ് പർവ്വതത്തിലേക്ക് ജനം അടുക്കാൻ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ആരും അടുക്കരുത്, സീനായ് പർവ്വതത്തിലേക്ക് ആരും അടുക്കരുത്, മരിച്ചു പോകാതിരിക്കേണ്ടതിന് സീനായ് മലയിൽ അടുക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ നാം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? നാം സിയോൻ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും. സിയോൻ പർവ്വതത്തിനും, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. നാം സ്വർഗീയ യെരൂശലേമിലാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റും കൂടെ നിങ്ങൾക്കൊന്ന് കണ്ണടയ്ക്കാവോ? ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നത്? സീനായ് മലയിൽ ഇസ്രായേൽ മക്കൾ കാലുവെച്ച് കയറാൻ പോയപ്പോൾ മോശ പറഞ്ഞു, പാടില്ല, പാടില്ല, പാടില്ല. ദൈവം പറഞ്ഞു, ആരും തടുക്കരുത്. എന്നാൽ ഇന്ന് ഞാൻ സിയോനിലല്ല, ഞാൻ സീനായ് മലയിലാണ്. ഹല്ലേലൂയ. അനേകായിരം ദൂതന്മാരുടെ മധ്യത്തിലാണ് നാം ഇരിക്കുന്നത്. അനേകായിരം ദൈവദൂതന്മാരുടെ മധ്യത്തിലാണ് നാം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും അനേകായിരം ദൈവദൂതന്മാർ ചിറകടിച്ച് പറക്കുന്നുണ്ട്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നാർത്തുകൊണ്ട് അനേക ദൈവദൂതന്മാരിവിടെ ചിറകടിച്ച് പറക്കുന്നുണ്ട്. ആദിജാതന്മാരുടെ സഭയിലാണ് നാം വന്നിരിക്കുന്നത്. സീനായ് മലയിലെ ഫറവോന്റെ നാട്ടിൽ അനേകായിരം ആത്മാക്കളെ ദൈവം ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ആദിജാതന്മാരുടെ സഭയുടെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല, നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയതായ കർത്താവിനെ രക്ഷിക്കപ്പെട്ട ജീവനുള്ള ദൈവമക്കളുടെ ആത്മാക്കളുടെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ സിയോനിലാണ് വന്നിരിക്കുന്നത്. നീ പുതിയ യെരൂശലേമിലാണ് വന്നിരിക്കുന്നത്. അവിടെ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇരിക്കാൻ എനിക്കോ നിനക്കോ യോഗ്യതയില്ല. ഇവിടെ വന്നിരുന്നൊരു വാക്ക് പറയാൻ യോഗ്യതയില്ല. ഇവിടെ വന്നിരുന്ന എനിക്ക് പറയാൻ ഒറ്റ ഒരു വാക്കേ ഉള്ളൂ, കർത്താവേ, ഇനിമേൽ ഞാൻ പാപം ചെയ്യില്ല. ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഐ വിൽ സിൻ നോ മോർ, ഐ വിൽ സിൻ നോ മോർ. ഞാൻ ഇനി പാപം ചെയ്യുകയില്ല. ഞാൻ കുശുമ്പില്ല, കുന്നായ്മയില്ല, ഇനി മദ്യം ചെയ്യുകയില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾക്ക് മദ്യപാനം മാറാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ദൈവദൂതന്മാർ സ്തുതിക്കുന്ന സ്ഥലമാണിത്. കാരണം അനേകർ വീണ്ടെടുക്കപ്പെടുന്ന ദിവസമാണ്. അനേകർ വീണ്ടെടുക്കപ്പെടുമ്പോൾ ദൈവദൂതന്മാർ സ്തുതിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ദൈവത്തിലെ, നീ സിയോനിലാണ് വന്നിരിക്കുന്നത്. നീ സ്വർഗീയ യെരൂശലേമിലാണ് വന്നിരിക്കുന്നത്. നീ യാഗം കഴിക്കാനാണ് വന്നിരിക്കുന്നത്. നിന്റെ ശരീരത്തെയാണ് യാഗം കഴിക്കുന്നത്. ആരെല്ലാം യാഗം കഴിക്കുന്നുണ്ട്? ഈ ശരീരത്തെ ആര് യാഗം കഴിക്കുന്നുണ്ട്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറ, കർത്താവേ, ഞാൻ ഈ ശരീരം കൊണ്ട് ഇനി ഞാൻ പഴയതുപോലെ ഇല്ല. എൻ്റെ ശരീരം പഴയതിനില്ല. എൻ്റെ കണ്ണ്, എൻ്റെ അവയവങ്ങൾ, എൻ്റെ അധരങ്ങൾ, എൻ്റെ നാവ്, എൻ്റെ കയ്യ്, എൻ്റെ യാതൊരു അവയവവും പഴയകാല യാതൊരു പ്രവർത്തിക്കുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാഗം കഴിച്ചുവോ? നാം വന്നത് യാഗം കഴിക്കാനാണ്. ശരീരത്തെ യാഗം കഴിക്കാനാണ് ഇവിടെ വന്നത്. ഹല്ലേലൂയ. ആരെല്ലാം ശരീരത്തെ യാഗം കഴിച്ചു? മറ്റൊന്നിനുമല്ല. നിങ്ങളുടെ ശരീരത്തെ ഇവിടെ യാഗം കഴിക്കുക, കർത്താവിന് സമർപ്പിക്കുക. ഇനി പാപം ചെയ്യുകയില്ല, ഇനി അന്യായം ചെയ്യുകയില്ല, ഇനി കോപിക്കുക, അണറുകയില്ല, ഇനി വേണ്ടാതീനം പറയുകയില്ല, ഇനി നാവ് ദോഷത്തിന് ഉപയോഗിക്കില്ല. അതെ, യാഗം കഴിക്കാനാണ് വന്നത്. പിന്നത്തെ യാഗമാണ് നാം വായിച്ചത്. എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിച്ചു, അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുക, അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുക. അതിനാണ് നമ്മുടെ വന്നത്. അതാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന്. ഹല്ലേലൂയ. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഞാനല്ല പ്രിയപ്പെട്ടവരെ സ്തോത്രം പറയാൻ തരുന്നത്, ഞാനല്ല സ്തുതി തരുന്നത്, ദൈവമാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ് സൃഷ്ടിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിക്കുന്നത് പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവിൽ ദൈവമാണ് സ്തോത്രം സൃഷ്ടിക്കുന്നത്. അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. ദൈവമക്കളെ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ സ്തുതി പഠിപ്പിക്കുമെന്ന് പറഞ്ഞ ജീവനുള്ള ദൈവം. അധരങ്ങളുടെ ഫലം, അധരങ്ങളുടെ ഫലം. ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ നാവിൽ ആ ഫലമൊന്ന് സൃഷ്ടിക്കണമേ. ഇന്ന് മുതൽ എന്ന് വന്നേക്ക് ഞാൻ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആർക്കെല്ലാം ഫലം കിട്ടി, ആ ഫലം കിട്ടിയവർക്ക് ദൈവത്തെ സ്തുതിക്കാം. അതരങ്ങളുടെ ഫലം ഇതാ സൃഷ്ടിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ അവരെ സ്തുതി പഠിപ്പിക്കും, ഞാൻ അവരെ സ്തുതിക്കാൻ പഠിപ്പിക്കും, ഞാൻ അവരുടെ അതരങ്ങളിൽ ഫലം സൃഷ്ടിക്കും. ഈ സ്തുതി 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിർത്താൻ സാധിക്കുന്നില്ലല്ലോ. ആർക്കെല്ലാം സ്തുതിക്കാൻ ആഗ്രഹമുണ്ട്? പെരുവെള്ളത്തിന്റെ ഇറച്ചിൽ പോലെ, പെരുത്താടി മുഴക്കം പോലെ ആർക്കെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹമുണ്ട്? ദൈവം സൃഷ്ടിക്കട്ടെ, ദൈവം സൃഷ്ടിക്കട്ടെ, ദൈവം സൃഷ്ടിക്കട്ടെ. അതരങ്ങളുടെ ഫലം അവൻ സൃഷ്ടിക്കട്ടെ. നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം.